കഴിഞ്ഞ ദിവസവും അമേരിക്കൻ മാർക്കറ്റ് ഫ്ളാറ്റ് ക്ലോസിംഗ് നൽകുകയും ബ്രന്റ് ക്രൂഡിന്റെ വില 0.5% ഇടിഞ്ഞ് $83.44 പെർ ബാരൽ എന്ന ലെവലിലേക്ക് എത്തുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം റിലയൻസ് ഇൻഡസ്ട്രീസ്, ഇൻഫോസിസ്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ തുടങ്ങിയ ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളുടെ മികച്ച പെർഫോമൻസിന്റെ പശ്ചാത്തലത്തിൽ ഇൻഡെക്സ് 0.31% ഉയർന്ന് 22,597 ക്ലോസിംഗ് നൽകി. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലിംഗ് നടത്തി. 686 കോടിയുടെ സെല്ലിംഗ് ആണ് FIS നടത്തിയത്. അതേസമയം DIS 962 കോടിയുടെ ബൈയിങ് ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തി. ജുബിലന്റ് ഫുഡ് വർക്ക്, നൈക്ക തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വന്നതിന്റെ പശ്ചാത്തലത്തിൽ ഈ രണ്ട് സ്റ്റോക്കുകളുടെയും ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ ഇന്ന് പ്രതീക്ഷിക്കാം. ITC, ഇൻഡിഗോ, ഫോർട്ടിസ് ഹെൽത്ത് കെയർ തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് ഇന്ന് പുറത്തുവരും. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 2.1 ലക്ഷം കോടി രൂപ ഇന്ത്യ ഗവൺമെന്റിന് ഡിവിഡന്റായി നൽകിയ സ്ഥിതിക്ക് ഈ എക്കണോമിക് ന്യൂസിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷനും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ITC, ഇന്റർഗ്ലോബ് ഏവിയേഷൻ, പേജ് ഇൻഡസ്ട്രീസ്, ഫോർട്ടിസ് ഹെൽത്ത് കെയർ, ബയർ കോർപ്പ് സയൻസ്, SCSC, ഫിനോലെക്സ് കേബിൾ, ബികാജി ഫുഡ് ഇന്റർനാഷണൽ, PCBL, JK ലക്ഷ്മി സിമന്റ്, ടെഗ ഇൻഡസ്ട്രീസ്, സാരിഗമ ഇന്ത്യ, ഓർക്കിഡ് ഫാർമ, ഗബ്രിയേൽ ഇന്ത്യ, സ്റ്റീൽ സ്ട്രിപ്പ് വീൽസ്, സുബ്രോസ് തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷനാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കേണ്ടത്. ഇനി കഴിഞ്ഞ ദിവസം ക്വാർട്ടർലി റിസൾട്ട് വന്ന ചില സ്റ്റോക്കുകളുടെ ക്വാർട്ടർലി റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് പരിശോധിക്കാം. മിന്റ കോർപ്പറേഷന്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനി മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്തെങ്കിലും നെറ്റ് പ്രോഫിറ്റ് 42% ഇടിഞ്ഞ് 122 കോടിയിൽ നിന്നും 71 കോടിയിലേക്ക് എത്തി. 60 കോടിയുടെ നെറ്റ് പ്രോഫിറ്റാണ് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തത്. റവന്യൂ 13% വർദ്ധിച്ച് 1075 കോടിയിൽ നിന്നും 1215 കോടിയിലേക്ക് എത്തി. എബിറ്റ 18.5% വർദ്ധിച്ച് 117 കോടിയിൽ നിന്നും 139 കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ 10.9% നിന്നും 11.4% ഇംപ്രൂവ് ആവുകയും ചെയ്തു. നൈക്കയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ 13 കോടിയുടെ പ്രോഫിറ്റ് പ്രതീക്ഷിച്ചെടുത്ത് പ്രോഫിറ്റ് 9 കോടിയായി ചുരുങ്ങി. 17 കോടിയിൽ നിന്നും പ്രോഫിറ്റ് 9 കോടിയിലേക്കാണ് ചുരുങ്ങിയിരിക്കുന്നത്. അതേസമയം എബിറ്റ 32% വർദ്ധിക്കുകയും റവന്യൂ 28% വർദ്ധിക്കുകയും ചെയ്തു. 1631 കോടിയുടെ റവന്യൂ പ്രതീക്ഷിച്ചെടുത്ത് 1668 കോടിയുടെ റവന്യൂ കമ്പനി നേടി. ജുബിലന്റ് ഫുഡ് വർക്ക് മികച്ച ക്വാർട്ടർലി റിസൾട്ട് കാഴ്ചവെച്ചു. നെറ്റ് പ്രോഫിറ്റ് 29 കോടിയിൽ നിന്നും 208 കോടിയിലേക്ക് ഉയർന്നു. മാർക്കറ്റ് 50 കോടിയുടെ പ്രോഫിറ്റാണ് പ്രതീക്ഷിച്ചത്. റവന്യൂ 24% വർദ്ധിച്ച് 1270 കോടിയിൽ നിന്നും 1573 കോടിയിലേക്ക് എത്തി. എബിറ്റ 25% വർദ്ധിച്ച് 249 കോടിയിൽ നിന്നും 310 കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ 19.6% നിന്നും 19.7% ഉയരുകയും ചെയ്തു. ടോറന്റ് ഫാർമയുടെ നെറ്റ് പ്രോഫിറ്റ് 7.6% ഇടിഞ്ഞ് 484 കോടിയിൽ നിന്ന് 447 കോടിയിലേക്ക് എത്തി. 509 കോടിയുടെ പ്രോഫിറ്റാണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. റവന്യൂ 8% വർദ്ധിച്ച് 6038 കോടിയിൽ നിന്നും 6529 കോടിയിലേക്ക് എത്തി. എബിറ്റ 1.7% വർദ്ധിച്ച് 1090 കോടിയിൽ നിന്നും 1180 കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ 18% നിന്നും 17% കറക്റ്റ് ആവുകയും ചെയ്തു. GMM ഫോൾഡറിന്റെ ക്വാർട്ടർലി റിസൾട്ട് അത്ര അട്രാക്റ്റീവ് അല്ല. കമ്പനിയുടെ റവന്യൂ 14% ഇടിയുകയും നെറ്റ് പ്രോഫിറ്റ് 13% ഇടിയുകയും ചെയ്തു. മാർജിൻ 10% നിന്നും 12.3% ഇംപ്രൂവ് ആയി. ഗ്ലാൻ ഫാർമയുടെ നെറ്റ് പ്രോഫിറ്റ് 79 കോടിയിൽ നിന്നും 192 കോടിയിലേക്ക് ഉയർന്നു. റവന്യൂ 96% വർദ്ധിച്ച് 785 കോടിയിൽ നിന്നും 1537 കോടിയിലേക്ക് എത്തി. എബിറ്റ 168 കോടിയിൽ നിന്നും 389 കോടിയിലേക്ക് ഉയരുകയും എബിറ്റ മാർജിൻ 21% നിന്നും 23% ഇംപ്രൂവ് ആവുകയും ചെയ്തു. മെട്രോ ബ്രാൻഡിന്റെ ക്വാർട്ടർലി റിസൾട്ടിൽ മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്ത പെർഫോമൻസ് കമ്പനിക്ക് കാഴ്ചവെക്കാൻ സാധിച്ചു. 69 കോടിയിൽ നിന്നും പ്രോഫിറ്റ് 186 കോടിയിലേക്ക് എത്തി. റവന്യൂ 544 കോടിയിൽ നിന്നും 583 കോടിയിലേക്ക് എത്തി. എബിറ്റ 144 കോടിയിൽ നിന്നും 159 കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ 26.4% നിന്നും 27.2% എത്തുകയും ചെയ്തു. പവർ ഗ്രിഡ് ക്വാർട്ടർലി റിസൾട്ടിനോടനുബന്ധിച്ച് ₹2.75 പെർ ഷെയർ എന്ന റേറ്റിൽ ഫൈനൽ ഡിവിഡന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പവർ ഗ്രിഡിന്റെ റവന്യൂ 2.5% ഇടിഞ്ഞ് 12,286 കോടിയിൽ നിന്ന് 11,978 കോടിയിലേക്ക് എത്തി. എബിറ്റ 7.6% ഇടിഞ്ഞ് 10,931 കോടിയിൽ നിന്നും 10,099 കോടിയിലേക്ക് എത്തി. പ്രോഫിറ്റ് മാർജിൻ 89% നിന്നും 84% ഇടിഞ്ഞു. നെറ്റ് പ്രോഫിറ്റ് 3.6% ഇടിഞ്ഞ് 4,323 കോടിയിൽ നിന്നും 4,166 കോടിയിലേക്ക് എത്തി. ഗ്രാസിമിന്റെ റവന്യൂവിൽ 12% വർധനവും നെറ്റ് പ്രോഫിറ്റിൽ 15% വർധനവും എബിറ്റയിൽ 28% വർധനവും ഉണ്ടായി. ഗ്രാസിമിന്റെ പ്രോഫിറ്റ് മാർജിൻ 18.3% നിന്നും 20.3% ഉയർന്നു. മറ്റു ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് കടക്കാം. ആൾ കാർഗോ ലോജിസ്റ്റിക് എന്ന കമ്പനി അതിൻ്റെ
ഫെയർ ട്രേഡ് എന്ന കമ്പനിയുടെ 25% സ്റ്റേക്ക് അക്വയർ ചെയ്യുന്നതിന് വേണ്ടി മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗിൽ ഒപ്പുവെച്ചിട്ടുണ്ട്.